മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരിൽ നിന്ന് പുതിയൊരു അപേക്ഷ കൂടി കേരള PSC ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. 44 വയസ്സിന്റെ മുകളിലുള്ളവർക്ക് വരെ അപേക്ഷിക്കാം. അതുകൊണ്ട് തന്നെ പരമാവധി സുഹൃത്തുക്കളിലേക്ക് സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാടധികം പേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും. അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 30/7/2026 ഗസ്റ്റഡിൽ ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന അവസാന തീയതി എന്ന് പറയുന്നത് 2/9/2026 ആണ്. അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ 086/2026 എന്ന കാറ്റഗറി നമ്പറിലൂടെ അപേക്ഷിക്കേണ്ട മെത്തേഡ് PSCന്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെയ്യാത്തവരാണെങ്കിൽ അത് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ, കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഈ പോസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു നമ്പറായിട്ട് നമുക്ക് ഇപ്പം വാഹനങ്ങൾക്ക് നമ്പർ പ്ലേറ്റ് ഉള്ള പോലെ, അറിയാത്തവരുണ്ടാവും, ചിലപ്പോൾ തുടക്കക്കാരുണ്ടാവും, അതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ പോസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത്. 086/2026 എന്ന നമ്പറിലൂടെ നിങ്ങൾക്ക് PSCന്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാൻ സാധിക്കും. ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അപെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരളയിലേക്കുള്ള അപേക്ഷയാണ് വിളിച്ചിട്ടുള്ളത്. സ്റ്റോർ കീപ്പർ പോസ്റ്റാണ്. മിനിമം 10ാം ക്ലാസ് മാത്രം മതി കേട്ടോ. അതുപോലെ 24,400 മുതൽ 55,200 വരെ, അതായത് 55,200 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത്. നിലവിലുള്ള വേക്കൻസി നിങ്ങൾ കാര്യമാക്കേണ്ട, ഒരു വേക്കൻസി മാത്രമേ പറയുന്നുള്ളെങ്കിലും ഇത് എക്സിസ്റ്റിംഗ് വേക്കൻസി മാത്രമാണ്. മുന്നിലേക്ക് വേക്കൻസി കൂടും. പലരും അതിൽ നെഗറ്റീവ് ആണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. വേക്കൻസി മുന്നിലേക്ക് കൂടുന്നത് തന്നെയാണ്. പക്ഷേ PSCന്റെ മറ്റ് ചില പ്രവർത്തികൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നിരാശ തോന്നുന്നുണ്ട്. അത് മാറ്റണമെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നു. ചിലർക്ക് മാത്രം ഫേവറബിൾ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല. അതിലൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഇപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഡാറ്റ നമുക്ക് പുറത്ത് ലഭിച്ചു തുടങ്ങിയത്. പണ്ട് നമ്മൾ അടക്കം പറിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് പ്രൂഫോട് കൂടി മീഡിയാസിലൊക്കെ കാണാൻ പറ്റും. മീഡിയാസിനെ നമുക്ക് 100% വിശ്വസിക്കാൻ സാധിക്കില്ലെങ്കിൽ പോലും അങ്ങനെയൊക്കെ ഒരു കാര്യം നമ്മൾ വളരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം തന്നെയാണ്. അതിലൊരു മാറ്റം തന്നെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. സോ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാവുന്നതാണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. യോഗ്യതകൾ എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും. 18 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. 2/1/1982 അതുപോലെ 1/1/2008 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെയും SC/ST ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. അപേക്ഷിക്കാനുള്ള ആകെ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് SSLC ആണ്. 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യതയുള്ള ആർക്കും ഇതിന് അപേക്ഷിക്കാം. ഡിഗ്രി ഉണ്ടെങ്കിലൊന്നും ഒരു പ്രശ്നമല്ല, 10ാം ക്ലാസ് മാത്രം മതി. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള അപ്ഡേറ്റ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. നമ്മുടെ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പിലൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷൻ നോക്കി അതിൻ്റെ അപ്ഡേറ്റ്സുകളും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള അപ്ഡേറ്റ് ഞാൻ പറഞ്ഞതുപോലെ പ്രോപ്പറായി നമ്മുടെ കമ്മ്യൂണിറ്റികളെല്ലാം എസ്പെഷ്യലി യൂട്യൂബും ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി.